शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनददृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगविद्यानगम्यं वन्दे विष्णुं भवैरं सर्वलोकैकनाथम् ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് 55-ാമത്തെ അധ്യായം ശമന്തക മണിയുടെ കഥയാണ്. ദ്വാരകാ ധാമത്തിൻ്റെ അധികാര പരിധിയിൽ സത്രാജിത്ത് എന്നൊരു രാജാവുണ്ടായിരുന്നു. ദ്വാരകാ രാജ്യത്തിൻ്റെ ആ പരിധിയിൽ തന്നെയാണ് സത്രാജിത്ത് എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം വലിയൊരു സൂര്യഭക്തനായിരുന്നു. സൂര്യദേവൻ അദ്ദേഹത്തിന് സമന്തകം എന്നൊരു വിശേഷപ്പെട്ട രത്നം കൊടുത്തു. ഈ രത്നത്തിൻ്റെ പേരിൽ സത്രാജിത്തും യദുവംശവും തമ്മിൽ വലിയ തെറ്റിദ്ധാരണകളുണ്ടായി. എന്നാൽ പിന്നീട് സത്രാജിത്ത് സ്വമേധയാ സമന്തക മണിയോടൊപ്പം സ്വന്തം പുത്രിയെയും കൃഷ്ണന് കൊടുത്തതോടെ ആ പ്രശ്നം തീർന്നു. ഈ രത്നം മൂലം സത്യഭാമയെ മാത്രമല്ല കൃഷ്ണൻ വിവാഹം കഴിച്ചത് ജാമ്പവൻ്റെ പുത്രിയായിരിക്കുന്ന ജാമ്പവതിയെയും കൃഷ്ണന് ഭാര്യയായി കിട്ടി. കഴിഞ്ഞ അധ്യായത്തിൽ വിവരിച്ചതുപോലെ പ്രദ്യുമ്നൻ്റെ ആവിർഭാവത്തിന് മുമ്പാണ് ഈ രണ്ട് വിവാഹവും നടന്നത്. സത്രാജിത്ത് യദുവംശവുമായിട്ട് ശത്രുതയിലായതും കുറെ കഴിഞ്ഞ് സ്വബോധം ഉദിച്ച് സ്വന്തം മകളെയും സമന്തകമണിയും കൃഷ്ണ സമർപ്പിച്ച് സൗഹൃദം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. സൂര്യദേവൻ്റെ വലിയൊരു ഭക്തനായിരുന്നു കാലക്രമത്തിൽ സത്രാജിത്ത്. അദ്ദേഹവുമായി അടുത്ത സൗഹൃദം സ്ഥാപിച്ചിരുന്നു. സന്തുഷ്ടനായിരിക്കുന്ന സൂര്യദേവൻ സമന്തകം എന്ന അതിവിശിഷ്ടമായിട്ടുള്ള ഒരു രത്നം സത്രാജിത്തിന് നൽകി. ആ രത്നം ഒരു പതക്കത്തിലാക്കി കഴുത്തിൽ ധരിച്ച് നടക്കുമ്പോൾ അദ്ദേഹം ശരിക്കും സൂര്യദേവനെ പോലെയാണ് കാണപ്പെട്ടിരുന്നത്. അത്രമാത്രം തേജസ് ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇതും ധരിച്ച് ഇദ്ദേഹം ഒരിക്കൽ ദ്വാരകയിൽ പ്രവേശിക്കുമ്പോൾ കൃഷ്ണനെ കാണാൻ സൂര്യദേവൻ ദ്വാരകയിൽ എത്തിയിരിക്കുന്നു എന്ന് ആളുകൾ കരുതിപ്പോന്നു. കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാകയാൽ ദേവന്മാർ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തെ സന്ദർശിക്കാനായി അവിടെ വരാറുണ്ടായിരുന്നു. സത്രാജിത്ത് ദ്വാരക സന്ദർശിക്കുമ്പോഴൊക്കെ കൃഷ്ണൻ ഒഴികെയുള്ള ദ്വാരകാ നിവാസികളെല്ലാം അദ്ദേഹത്തെ സൂര്യദേവനായിട്ട് തെറ്റിദ്ധരിച്ചിരുന്നു. സത്രാജിത്തിനെ എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിലും സമന്തക രത്നത്തിൻ്റെ തേജസ് പ്രസരത്തിൽ ആർക്കും അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ സൂര്യദേവൻ എന്ന് തെറ്റിദ്ധരിച്ച് ദ്വാരകയിലെ ചില പ്രമാണികളായിരിക്കുന്ന പൗരന്മാർ അദ്ദേഹത്തെ സന്ദർശിക്കാൻ സൂര്യദേവൻ എത്തിയിരിക്കുന്നു എന്ന വിവരം അറിയിച്ചു. അപ്പോൾ കൃഷ്ണൻ ചതുരംഗം കളിക്കുകയായിരുന്നു. പ്രമാണിമാരിൽ ഒരുവൻ പറഞ്ഞു, പ്രിയപ്പെട്ട ഭഗവാനെ നാരായണ, അങ്ങ് പരമദിവ്യ പുരുഷോത്തമനാണ്. നാരായണൻ അഥവാ വിഷ്ണു എന്ന രൂപത്തിലുള്ള അവിടുത്തെ പൂർണ്ണ അംശം ചതുർബാഹുവാണ്. ശംഖചക്ര ഗദാ പങ്കജധാരിയാണ്. എല്ലാറ്റിൻ്റെയും ഉടമയാണ് അങ്ങ്. പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന നാരായണനായിരുന്നിട്ടും അങ്ങ് വൃന്ദാവനത്തിൽ യശോദാമാതാവിൻ്റെ പുത്രനായിട്ട് ലീലയാടാൻ വൃന്ദാവനത്തിൽ അവതരിച്ചു. യശോദാമാതാവ് പലപ്പോഴും അങ്ങയെ കയറുകൊണ്ട് ബന്ധിച്ചിരുന്നതിനാൽ അങ്ങ് ദാമോദരൻ എന്ന പേരിൽ പ്രസിദ്ധനായി. ദ്വാരകാനിവാസികൾ അംഗീകരിച്ചതുപോലെ കൃഷ്ണൻ പരമദിവ്യ പുരുഷോത്തമനായ നാരായണൻ തന്നെയാണെന്ന് പിൽക്കാലത്ത് മായാവാദി ദാർശനികരുടെ നേതാവായിരിക്കുന്ന ശങ്കരാചാര്യരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭഗവാൻ അരൂപിയാണെന്ന് അംഗീകരിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ രൂപം ശങ്കരാചാര്യൻ നിഷേധിച്ചിരുന്നില്ല. ആ ഭൗതിക ലോകത്തിൽ രൂപമുള്ളതെല്ലാം തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വിധേയമായിരുന്നു എന്നേ അദ്ദേഹം അർത്ഥമാക്കിയിട്ടുള്ളൂ. പരമ ദിവ്യ പുരുഷോത്തമനായിരിക്കുന്ന നാരായണന് ഈ പരിമിതിക്ക് വിധേയമായിരിക്കുന്ന ഒരു ഭൗതിക രൂപം ഉണ്ടായിരുന്നില്ലെന്ന് ചുരുക്കം. കൃഷ്ണനെ വെറുമൊരു സാധാരണ മനുഷ്യനായി മാത്രം കരുതുന്ന അല്പബുദ്ധികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഭഗവാൻ നിർവ്യക്തികനാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അരൂപത എന്നാൽ ഭൗതിക അവസ്ഥയിലുള്ള രൂപമില്ലായ്മ എന്ന് അർത്ഥമാക്കുന്നുള്ളൂ. ഭൗതിക ദേഹമില്ലാത്ത ഒരു അതീന്ദ്രിയ വ്യക്തിയാണ് ഭഗവാൻ.
ദാമോദരൻ എന്ന് മാത്രമല്ല ഗോവിന്ദൻ എന്നും ദ്വാരകാവാസികൾ ഭഗവാൻ കൃഷ്ണനെ സംബോധന ചെയ്തിരുന്നു. കൃഷ്ണന് പശുക്കളോടും പശുക്കുട്ടികളോടുമുള്ള വാത്സല്യത്തെ ആണിത് സൂചിപ്പിക്കുന്നത്. തങ്ങൾക്ക് അദ്ദേഹവുമായിട്ടുള്ള ഉറ്റ ബന്ധത്തെ കാണിക്കാൻ യദുനന്ദനൻ എന്നും അവർ അദ്ദേഹത്തെ വിളിച്ചു വന്നിരുന്നു. യദുവംശത്തിൽ വസുദേവപുത്രനായിട്ടാണ് കൃഷ്ണൻ ജനിച്ചത്. ഇപ്രകാരം പ്രപഞ്ചത്തിൻ്റെ പരമാധികാരിയായിരിക്കുന്ന കൃഷ്ണൻ എന്ന് ദ്വാരകയിലെ പൗരന്മാർ ഉറച്ചു വിശ്വസിച്ചു. കൃഷ്ണനെ നിത്യവും കാണാൻ കഴിയുന്നതിൽ അഭിമാനിച്ചിരുന്ന അവർ കൃഷ്ണനെ പല വിധത്തിൽ സംബോധന ചെയ്തിരുന്നു. കൃഷ്ണൻ ദ്വാരകയിലെ ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് ജീവിച്ചിരുന്നതെങ്കിലും സത്രാജിത്ത് ദ്വാരക സന്ദർശിക്കുമ്പോഴൊക്കെ ദേവന്മാർ കൃഷ്ണനെ കാണാൻ വരുന്നുണ്ടല്ലോ എന്നോർത്ത് ദ്വാരകയിലെ പൗരന്മാർ അഭിമാനിച്ചിരുന്നു. അപ്പോഴൊക്കെ തൻ്റെ ആകർഷകമായിരിക്കുന്ന ശരീര തേജസ്സുമായി സൂര്യദേവൻ ഭഗവാനെ സന്ദർശിക്കാൻ എത്തുന്ന വിവരം അവർ കൃഷ്ണനെ അറിയിച്ചിരുന്നു. യദുവംശത്തിൽ അവതാരം ചെയ്ത് സാധാരണ മനുഷ്യനെ പോലെ ഭഗവാൻ ദ്വാരകയിൽ വാസമുറപ്പിച്ചിരിക്കുന്ന കാര്യം പ്രപഞ്ചത്തിലുള്ളവർക്കൊക്കെ അറിയാവുന്നതിനാൽ സൂര്യദേവൻ ദ്വാരക സന്ദർശിക്കുന്നത് വലിയ അത്ഭുതമൊന്നുമില്ലെന്ന് ദ്വാരകയിലെ ജനങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഈ അവസരങ്ങളിലൊക്കെ പൗരന്മാർ അത്യധികം സന്തോഷിച്ചിരുന്നു. ജനങ്ങളുടെ പ്രസ്താവന കേട്ട് സർവ്വവ്യാപിയായിരിക്കുന്ന കൃഷ്ണൻ വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. സൂര്യദേവനിൽ നിന്ന് ലഭിച്ച രത്നത്തിൻ്റെ പ്രൗഢിയും ഐശ്വര്യവും പ്രകടിപ്പിക്കാൻ വേണ്ടി ദ്വാരകയിലെത്തിയ സത്രാജിത്ത് എന്ന രാജാവാണ് സൂര്യദേവൻ എന്ന് തങ്ങൾ വിശേഷിപ്പിച്ച വ്യക്തിയെന്ന് ദ്വാരകാവാസികൾ സംപ്രീതനായ ഭഗവാൻ അവരെ അറിയിച്ചു. അപ്പോൾ ദ്വാരകാവാസികളെല്ലാം ഈ സത്രാജിത്തിനെ കണ്ടിട്ട് സൂര്യദേവനാണെന്ന് തെറ്റിദ്ധരിച്ചത് കുറേ കാലം അങ്ങനെ പോയി. ഭഗവാനൊന്നും പറഞ്ഞില്ല. എന്നാൽ വരുമ്പോഴൊക്കെ കൃഷ്ണനെ സന്ദർശിക്കാൻ തയ്യാറായിരുന്നില്ല. അവിടെയൊക്കെ ബാക്കിയുള്ളവരെയൊക്കെ കണ്ടുപോകും, ശ്രീകൃഷ്ണനെ നേരിട്ട് സന്ദർശിക്കാൻ തയ്യാറായിട്ടിരുന്നില്ല. എന്താണ് അതിൻ്റെ രഹസ്യം എന്നും അറിയില്ല. എന്തായാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദ്വാരകയിൽ സന്ദർശിച്ചിരുന്ന ഈ സത്രാജിത്തിനെ കണ്ടാൽ സൂര്യദേവനെ പോലെ തേജസ്, അതായത് ഈ രത്നം ഒരു ലോക്കറ്റിലാക്കി ധരിച്ചിരുന്നു. അതിൻ്റെ തേജസ് കൊണ്ടാണ് സൂര്യദേവനെ പോലെ തേജസ്സുറ്റവനായിട്ട് തോന്നിയത്. അതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ തെറ്റിദ്ധരിച്ചു എന്നർത്ഥം. ഇത് സൂര്യദേവനാണ്, കൃഷ്ണനെ കാണാനാണ് വരുന്നതെന്ന് ദ്വാരകാ നിവാസികളെല്ലാം തെറ്റിദ്ധരിച്ചിരുന്നു. ഒരു ദിവസം ഭഗവാൻ തന്നെ ദ്വാരകാവാസികളോട് പറഞ്ഞു, ഇത് യഥാർത്ഥത്തിൽ ഇന്ന ആളാണ്, സത്രാജിത്ത് എന്ന രാജാവാണ്. ഇദ്ദേഹം സൂര്യനെ ഉപാസിച്ചിട്ട് കിട്ടിയിരിക്കുന്ന ഒരു രത്നത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇദ്ദേഹം സൂര്യ തേജസ്വിയായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ ദ്വാരകാ നിവാസികളെ ഈ സത്യത്തെ പറഞ്ഞു കൊടുത്തു. എന്നാൽ സത്രാജിത്ത് കൃഷ്ണനെ കാണാൻ വന്നതേയില്ല. അദ്ദേഹം ശമന്തകരത്നത്തിൻ്റെ പ്രൗഢിയിൽ അഹങ്കരിച്ചു പോയി. ആ രത്നം അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. പൂജയ്ക്കായിട്ടും ബ്രാഹ്മണരെ നിയോഗിക്കുകയും ചെയ്തു. ഒരു ഭൗതിക വസ്തുവിനെ ആരാധിക്കാൻ വെമ്പുന്ന അല്പബുദ്ധിക്ക് പറ്റിയ ഉദാഹരണമാണിത്. അല്പബുദ്ധികൾ തങ്ങളുടെ ഫലാപേക്ഷയോടൊപ്പമുള്ള അതനുസരിച്ചുള്ള കർമ്മങ്ങൾക്ക് ഉടൻ തന്നെ ഫലം കിട്ടാൻ മോഹിച്ചുകൊണ്ട് അവിശ്വസിദ്ധിക്കായിക്കൊണ്ട് ഇത്തരത്തിൽ ആരാധനയൊക്കെ നടത്തും. ഈ പ്രപഞ്ചത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദേവന്മാരെ ആരാധിക്കുന്ന എന്ന് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. യോ യോ യാം യാന്തനു ഭക്തക. ഭൗതിക മോഹങ്ങൾ ഏതേത് ഭാവത്തിൽ ഏതേത് ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതേത് ദേവതയെ ഭജിക്കുന്നു ആ ആഗ്രഹങ്ങളൊക്കെ ഞാൻ തന്നെയാണ് സാധിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് എന്നർത്ഥം. ഈ ഭൗതിക ലോകത്ത് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ എന്നാണ് ഭൗതികവാദി പറയുന്നത്. ഒരിക്കൽ കൃഷ്ണൻ ഈ രത്നം ആവശ്യപ്പെട്ടെങ്കിലും സത്രാജിത്ത് കൊടുത്തില്ല. പകരം അദ്ദേഹം അതിനെ പൂജിക്കാനായി പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. ആരാണിതിനെ പൂജിക്കാതിരിക്കുക? നിത്യവും വളരെ ഏറെ സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ ശക്തിയുള്ളതാണ് സമന്തകമണി. സ്വർണത്തിൻ്റെ അളവിന് ഭാരം എന്നാണ് പറയുക. ദൈവികമായ കണക്കനുസരിച്ചുകൊണ്ട് ഒരു ഭാരം എന്ന് പറയുന്നത് 16 റാത്തലാണ്, ഏകദേശം 7 കിലോഗ്രാം. ഇങ്ങനെ ഒരു 82 റാത്തലും ഏതാണ്ട് 33 കിലോഗ്രാം സ്വർണം. ദിനം പ്രതി 170 റാത്തൽ, അതായത് 10 ഭാരത്തിലധികം സ്വർണമാണ് ഈ രത്നം ഉൽപ്പാദിപ്പിച്ചിരുന്നത്. അതിനു പുറമെ ഈ രത്നം പൂജിക്കപ്പെടുന്നിടത്ത് ഒരിക്കലും
ക്ഷാമം ഉണ്ടാവുകയില്ലെന്നും വേദഗ്രന്ഥങ്ങൾ പറയുന്നു. അതുമല്ല, ഈ രത്നം ഇരിക്കുന്നിടത്ത് മഹാമാരികളും ഒന്നും ഇല്ലെങ്കിൽ അമംഗളങ്ങളായിട്ടൊന്നും സംഭവിക്കുകയുമില്ല എന്നൊരു പ്രത്യേക ശക്തി കൂടിയുണ്ട്. അപ്പോൾ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഈ സമന്തമണിക്ക് ദിവസം 170 റാത്തൽ സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ആ ദിവസവും പൂജിക്കുന്ന അനുസരിച്ചുകൊണ്ട് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കും. അതായത് 10 ഭാരത്തിലകം സ്വർണമാണ് ഒരു രത്നം ഉൽപ്പാദിപ്പിക്കുക. ഇതിനു പുറമെ രത്നം പൂജയ്ക്ക് വയ്ക്കുന്നിടത്ത് അമംഗളമായിട്ടുള്ള കാര്യങ്ങൾ നടക്കില്ല, മഹാമാരികളൊന്നും വരില്ല. ഇതുകൊണ്ടാണ് ഇത് രാജ്യത്തിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ സത്രാജിത്തിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അഹങ്കാരിയായിരുന്ന സത്രാജിത്ത് അത് വിലക്കൊണ്ടില്ല. ശ്രേഷ്ഠമായ വസ്തുക്കളെല്ലാം രാജ്യം ഭരിക്കുന്ന രാജാവിനുള്ളതാണെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ കൃഷ്ണൻ ആഗ്രഹിച്ചു. പക്ഷേ ഉഗ്രസേന മഹാരാജാവ് പല രാജവംശങ്ങളുടെയും അധിപനായിരുന്നു. ഒപ്പം ശ്രീകൃഷ്ണൻ്റെ മുത്തച്ഛനും സമന്തകരത്നം ഉഗ്രസേന മഹാരാജാവിനെ കാഴ്ച അർപ്പിക്കാൻ കൃഷ്ണൻ സത്രാജിത്തിനോട് ആവശ്യപ്പെട്ടു. ശ്രേഷ്ഠമായതൊക്കെ രാജാവിന് സമർപ്പിക്കണമെന്ന് ആണ് കൃഷ്ണൻ്റെ വാദം. എന്നാൽ ദേവന്മാരെ ആരാധിക്കുന്ന സത്രാജിത്ത് തികഞ്ഞ ഭൗതികവാദിയായിരുന്നു. അതിനാൽ കൃഷ്ണൻ്റെ അഭ്യർത്ഥന സ്വീകരിക്കുന്നതിന് പകരം പ്രതിദിനം 10 ഭാരം സ്വർണം നൽകുന്ന ആഭരണത്തെ പൂജിക്കുകയാണ് കൂടുതൽ ബുദ്ധി എന്ന് പൂർവികമായിട്ടുള്ള പ്രവൃത്തി എന്നും സത്രാജിത്ത് കരുതി. ഇത്രയേറെ സ്വർണം നേടാൻ കഴിവുള്ള ഭൗതിക മനുഷ്യർ ഒരിക്കലും കൃഷ്ണ അവബോധത്തിൽ താല്പര്യമുണ്ടാകുകയില്ല. കാരണം സ്വന്തമായിട്ട് മറ്റൊന്നിനെ ആശ്രയിക്കാതെ യോഗക്ഷേമമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അനായാസന ജീവിതം നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മറ്റൊരു ഈശ്വരൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഈ സുഖദുഃഖങ്ങളും ലാഭനഷ്ടങ്ങളും ജയപജയങ്ങളും ഈ ദ്വന്ദ്ഭാവം പ്രകടമാകുന്നത്. നമുക്ക് ഐശ്വര്യം കിട്ടിയവർക്ക് എല്ലാ കാലത്തും ഐശ്വര്യം നിലനിൽക്കുന്നിടത്തോളം കാലം അവർ അഹങ്കാരിയായിട്ട് ഈശ്വര പൂജ നടത്തിയിട്ടാണ് ഇതൊക്കെ കിട്ടിയെങ്കിലും അതൊക്കെ അഹങ്കാരത്തിന് പാത്രമായി കഴിഞ്ഞാൽ അതൊക്കെ മറക്കാനിട വരുന്നത്. അതുകൊണ്ട് സത്രാജിത്തിനും സംഭവിച്ചത് അത് തന്നെ. ഈ ദേവനെ പൂജിച്ചിട്ട് ഇഷ്ടഭോഗം കിട്ടി, അത് ഭൗതിക തലത്തിൽ ഉപയോഗപ്രദമാണ്, എന്നാൽ അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം എന്ന് കൃഷ്ണൻ്റെ നിർദ്ദേശം പോലും സ്വീകരിക്കാനുള്ള ബുദ്ധി അഹങ്കാരം കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ തോന്നാത്തത്. എന്നാൽ കൃഷ്ണൻ്റെ ആജ്ഞ അനുസരിക്കാൻ സത്രാജിത്തിന് ഒരിക്കലും സമ്മതമല്ലായിരുന്നു. അദ്ദേഹം കൃഷ്ണനെയും ആ രത്നം ഏൽപ്പിച്ചില്ല എന്ന് മാത്രമല്ല രാജാവിനെയും ഏൽപ്പിച്ചില്ല. ഈ സംഭവത്തിന് ശേഷം സത്രാജിത്തിൻ്റെ അനുജൻ പ്രസേനൻ എന്ന പേരായിട്ടുള്ള അനുജൻ ഉണ്ടായിരുന്നു. ആ അനുജൻ തൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും പ്രൗഢിയും പ്രകടിപ്പിക്കാനായിക്കൊണ്ട് തൻ്റെ കേമത്വം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ രത്നവും കഴുത്തിലടിഞ്ഞ് കുതിരപ്പുറത്ത് കയറി തൻ്റെ ഭൗതിക സമൃദ്ധി പ്രകടിപ്പിച്ച് കൊണ്ട് വനത്തിലേക്ക് യാത്രയായി. പ്രസേനൻ ഇപ്രകാരം വനത്തിൽ അങ്ങുമിങ്ങും സഞ്ചരിക്കുമ്പോൾ ഒരു വലിയ സിംഹം അയാളെ ആക്രമിച്ചു. അയാളെയും അയാളുടെ കുതിരയെയും കൊന്ന് രത്നവുമായിട്ട് തൻ്റെ ഗുഹയിലേക്ക് മടങ്ങി. ഈ വിവരമറിഞ്ഞ ജാംബവാൻ എന്ന വാനര പ്രമുഖൻ ഗുഹയിലെത്തി സിംഹത്തെ കൊന്നു രത്നം കൈക്കലാക്കി. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാലം മുതൽ ഈ വാനരൻ വലിയ ഭഗവത് ഭക്തനായിരുന്നു. അതിനാൽ ഈ രത്നം തന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ വിലപ്പെട്ടതായിട്ട് ജാംബവാനും കരുതിയതുമില്ല. ഈ ഭക്തിയുള്ളവർക്ക് ഇങ്ങനെ ഭൗതിക ഇഷ്ടഭോഗങ്ങളൊക്കെ കിട്ടിയാലും അതിലൊന്നും വിലമതിക്കലൊന്നും ഉണ്ടാവില്ല. അവർ ഭക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുക എന്നർത്ഥം. ഒടുവിൽ രത്നം തൻ്റെ പുത്രന് കളിക്കാൻ വേണ്ടിയിട്ട് കളിപ്പാട്ടമായിട്ട് നൽകി. പ്രസേനൻ വനത്തിൽ നിന്ന് മടങ്ങി എത്തിയിട്ടില്ലെന്നറിഞ്ഞ ജ്യേഷ്ഠനായിരിക്കുന്ന സത്രാജിത്ത് തികച്ചും ആകുലചിത്തനായി. മാത്രമല്ല സമന്തകമണിയും കാണാനില്ല. സഹോദരനെ സിംഹം വധിച്ചതും ആ സിംഹത്തെ ജാംബവാൻ കൊന്നതുമായിട്ടുള്ള സംഭവങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞതുമില്ല. പകരം കൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ട് താൻ രത്നം കൊടുക്കാത്തതിനാൽ കൃഷ്ണൻ തന്നെ പ്രസേനനിൽ നിന്ന് രത്നം പിടിച്ചെടുത്തിട്ട് അയാളെ വധിച്ചതായിരിക്കുമെന്നും അദ്ദേഹം കരുതി. അപ്പോൾ തെറ്റിദ്ധാരണ പോയത് ശ്രീകൃഷ്ണൻ ഒരിക്കൽ ചോദിച്ചു, അത് കൊടുക്കാത്തത് കൊണ്ട് ശ്രീകൃഷ്ണനായിരിക്കും ഈ രത്നം അടിച്ചു മാറ്റിയത്, അതിനു വേണ്ടിയിട്ട് ഒരു പക്ഷേ പ്രസേനനെ കൊന്നിട്ടുമുണ്ടാകാം എന്ന് സത്രാജിത്ത് തെറ്റിദ്ധരിച്ചു. അയാളെ വധിച്ചതായിരിക്കും, ശ്രീകൃഷ്ണൻ തന്നെയായിരിക്കും വധിച്ചത്, എന്നിട്ട് സമന്തമണി കൈക്കലാക്കിയിട്ടുണ്ടാവും എന്ന് ധരിച്ചു. ഇതൊരു കിംവദന്തിയായിട്ട് സത്രാജിത്ത് തന്നെ ദ്വാരകയിലെമ്പാടും പ്രചരിപ്പിച്ചു.
കൃഷ്ണൻ പ്രസേനനെ കൊന്ന് രത്നം തട്ടിയെടുത്തെന്ന കിംവദന്തി കാട്ടുതീ പോലെ എങ്ങും വ്യാപിച്ചു. ഇങ്ങനെയൊരു അപകീർത്തി കൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് കാട്ടിൽ പോയി സമന്തകം കണ്ടെത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ഏതാനും ദ്വാരകാ നിവാസികളെയും കൂട്ടത്തിൽ കൊണ്ടുപോയി. ദ്വാരകയിലെ പ്രമാണിമാരൊത്ത് പ്രസേനനെ തേടി കൃഷ്ണൻ കാട്ടിൽ പ്രവേശിച്ചു. ഒടുവിൽ സിംഹത്താൽ വധിക്കപ്പെട്ട പ്രസേനന്റെ ശരീരം കണ്ടെത്തി. അതേസമയം സാധാരണമായിട്ട് ഋഷം എന്നറിയപ്പെടുന്ന ജാംബവാനാൽ ഹതനായിരിക്കുന്ന സിംഹത്തെയും കണ്ടു. ഒന്നുമില്ലാതെ ആയുധങ്ങളുടെ ഒന്നും സഹായമില്ലാതെ ഋഷം സിംഹത്തെ കൈകൊണ്ട് അടിച്ചു കൊല്ലുകയാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇതിനിടെ ഋഷത്തിൻ്റെ വാസസ്ഥാനത്തേക്ക്, അതായത് ശ്രേഷ്ഠനായിരിക്കുന്ന വാനരനാണ് ജാംബവാൻ, ആ ജാംബവാനാണ് അടിച്ചു കൊന്നത് എന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ ജാംബവാൻ വസിക്കുന്ന വാസസ്ഥാനത്ത് എവിടെയാണുള്ളതെന്ന് അന്വേഷിച്ച് കൃഷ്ണൻ പോവുകയും ചെയ്തു. അതൊരു തുരങ്കത്തിലാണ്, ഒരു ഗുഹയിലാണ് ഈ ജാംബവാൻ താമസിച്ചിരുന്നത്. അപ്പോൾ ദ്വാരകാ നിവാസികളുടെയും ആ സംഭവം, കൃഷ്ണൻ്റെ ഒപ്പം കുറേ പേര് ദ്വാരകാ നിവാസികൾ ഉണ്ടായിരുന്നു. കാരണം സാക്ഷിയായിട്ട് ആരെങ്കിലുമൊക്കെ വേണമല്ലോ, ഇല്ലെങ്കിൽ തെറ്റിദ്ധാരണ മാറ്റാൻ സാധ്യമല്ല. അതുകൊണ്ട് കൃഷ്ണൻ കുറച്ച് ദ്വാരകാ നിവാസികളെയും കൂടെ കൊണ്ടുപോയിരുന്നു. അവരുടെയും ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ദൃഷ്ടിയിൽപ്പെട്ടു. കൂടെയുള്ളവർക്ക് തുരങ്കത്തിൽ കടക്കാൻ ഭയമായിരുന്നതിനാൽ അത് മനസ്സിലാക്കിയ കൃഷ്ണൻ അവരെ തുരങ്കത്തിനും വെളിയിൽ നിർത്തിയിട്ട് ജാംബവാൻ എന്ന ഋഷത്തെ തേടി ഇരുളടഞ്ഞ തുരങ്കത്തിൽ പ്രവേശിച്ചു. തുരങ്കത്തിൽ പ്രവേശിച്ചപ്പോൾ ഋഷത്തിൻ്റെ കുട്ടി ആ വിലപ്പെട്ട സമന്തകരത്നം ഒരു കളിപ്പാട്ടമായിട്ട് ഉപയോഗിക്കുന്നത് കൃഷ്ണൻ കണ്ടു. കുട്ടിയുടെ കയ്യിൽ നിന്ന് രത്നം കൈവശപ്പെടുത്താനായിക്കൊണ്ട് കൃഷ്ണൻ അവൻ്റെ മുമ്പിൽ നിന്നു. കുട്ടിയുടെ പരിചാരിക തൻ്റെ മുമ്പിൽ നിൽക്കുന്ന കൃഷ്ണനെ കണ്ടു. വിലപ്പെട്ട സമന്തകരത്നം തട്ടിക്കൊണ്ടു പോയാലോ എന്ന് അവർ പേടിച്ചു. ഭയം മൂലം അവർ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ നോക്കിക്കോളൂ, വലിയ വിലമതിപ്പുള്ള 10 കിലോയോളം, അതായത് 170 റാത്തൽ എന്ന് പറഞ്ഞാൽ 10 ഭാരത്തിലകം സ്വർണം ദിവസവും തരാൻ കഴിവുള്ള, സൂര്യനാൽ അനുഗ്രഹിച്ചു കൊടുത്ത ഒരു രത്നത്തിൻ്റെ പേരിൽ ഭഗവാൻ പോലും പേരുദോഷം കേൾക്കാൻ ഇടവന്നു എന്നർത്ഥം. അപ്പോൾ ആ പേരുദോഷം ആരോപണം വന്നു കഴിഞ്ഞാൽ തെളിയിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ പുറപ്പെട്ടു. അതിന് സാക്ഷികളാക്കിക്കൊണ്ട് ദ്വാരകാ നിവാസികളെ കുറച്ച് പേരെ കൂടത്തിക്കൂട്ടി. പക്ഷേ ഈ സംഭവമൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇവരൊക്കെ നേരിട്ട് കണ്ടെങ്കിലും ഈ ഗുഹയ്ക്കകത്തേക്ക് ജാംബവാൻ ഇരുന്നിരുന്ന, അല്ലെങ്കിൽ എവിടെയാണെന്ന് ഭഗവാൻ മനസ്സിലാക്കി അങ്ങോട്ട് ആ തുരങ്കത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പം ബാക്കി കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ ഭയമായതുകൊണ്ട് അവർ പ്രവേശിച്ചില്ല. അവരെ പുറത്ത് നിർത്തിയിട്ട് ഭഗവാൻ അകത്ത് ചെന്നു. അകത്ത് ചെന്നപ്പോൾ ഈ ദിവ്യരത്നം വെറും കളിപ്പാട്ടമായിട്ട് അവിടെ ഒരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. അതിൻ്റെ പരിചാരികയ്ക്കും ഈ രത്നം തട്ടിക്കൊണ്ടുപോകാമെന്നാണ് കൃഷ്ണനെന്ന് മനസ്സിലാക്കി. അത് തട്ടിക്കൊണ്ടു പോയാലോ എന്ന് അവൾ പേടിച്ച് ഉറക്കെ നിലവിളിച്ചു. പരിചാരികളുടെ നിലവിളി കേട്ട് ജാംബവാൻ രംഗത്തെത്തി. സത്യത്തിൽ ജാംബവാൻ തികഞ്ഞ കൃഷ്ണഭക്തനായിരുന്നു. എന്നാൽ രോഷഭാവത്തിലായിരുന്നതിനാൽ തൻ്റെ നാഥനെ തിരിച്ചറിയാൻ ജാംബവന് കഴിഞ്ഞതുമില്ല. നമുക്ക് വികാര വിചാരങ്ങളിൽ പെട്ടിരിക്കുന്ന ഒരാൾക്ക് യഥാർത്ഥ തത്വോപദേശം കൊടുത്താലും അവർക്ക് അതൊന്നും മനസ്സിലാകുകയില്ല. ഈശ്വരീയ അവബോധം ഉണ്ടായിരുന്നവർ പോലും ഒന്ന് നഷ്ടപ്പെട്ടു. ഭക്തനാണെ പോലും ഒരു നിമിഷത്തേക്ക് നമുക്ക് ഈ ഭൗതികവാദത്തിലേക്ക് പോയാൽ ഈ ഭക്തിയുടെ പ്രഭാവം നമ്മളിൽ പ്രതിഫലിക്കാതിരിക്കുന്നർത്ഥം. ഇപ്പം ഈശ്വരഭക്തനാണ് ജാംബവാൻ, ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഭക്തനാണ്, ശ്രീകൃഷ്ണൻ്റെയും ഭക്തനാണ്. പക്ഷേ ഈ ഭൗതിക വസ്തുവിലുള്ള ഭ്രമം കൊണ്ട് ശ്രീകൃഷ്ണനെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റാതെ പോകും. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി? ഇവർ തമ്മിൽ വലിയൊരു സ്പർദ്ധയുണ്ടായി എന്ന് മാത്രമല്ല, അവർ തമ്മിൽ യുദ്ധം തന്നെ ഉണ്ടായി. അപ്പോൾ ജാംബവാൻ തികഞ്ഞ കൃഷ്ണഭക്തനായിരുന്നെങ്കിലും ഈ ക്രോധം വന്നതിനാൽ
യഥാർത്ഥത്തിൽ തൻ്റെ നാഥനെ തിരിച്ചറിയാൻ ജാമ്പുവാന് കഴിഞ്ഞില്ല. വെറും ഒരു സാധാരണ മനുഷ്യനായിട്ടേ അദ്ദേഹത്തെ കരുതിയുള്ളൂ എന്നർത്ഥം. ആധ്യാത്മിക വിധാനത്തിലേക്ക് ഉയരാൻ കോപം, ലോഭം, കാമം എന്നിവയിൽ നിന്ന് മുക്തനാകണമെന്ന് അർജുനെ ഭഗവാൻ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. ഗീതാവചനമാണ് ഇവയെ ഓർമ്മിപ്പിക്കുന്നത്. കാമക്രോധ ലോഭങ്ങൾ ഹൃദയത്തിൽ സമാന്തരമായിട്ട് വളർന്ന് ഒരുവൻ്റെ ആധ്യാത്മിക മാർഗത്തിലെ പുരോഗതിക്ക് തടസ്സമുണ്ടാക്കും. അതുകൊണ്ട് വികാര വിചാരങ്ങൾക്ക് അടിമയാകരുത്, അതിനെയൊക്കെ അടക്കണം എന്ന് ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ടെന്നർത്ഥം. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.